IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ 4 പേർ അറസ്റ്റിലായി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അതിന്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികളുമാണ് അറസ്റ്റിലായത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിലാണ് എന്ന് പോലീസ് അറിയിച്ചു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മാർക്കറ്റിംഗ് വിഭാഗം മേധാവി നിഖിൽ സോസലെ, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യുടെ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു, കിരൺ സുമന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. രാവിലെ ബംഗളൂരു എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ ഫ്രീ പാസ് ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ നിഖിൽ സോസലെ ആയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആഘോഷ ചടങ്ങുകൾ നടത്താൻ ഏറ്റവും സമ്മർദ്ദം ചെലുത്തിയതും RCB ആണ്. കബ്ബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത പ്രതികളെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറും. ജുഡീഷ്യൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇനിയും അറസ്റ്റുണ്ടാകാനാണ് സാധ്യത. ബംഗളൂരു പോലീസ് മേധാവികളെ ഒന്നാകെ സസ്പെൻഡ് ചെയ്തതിൽ സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷമുണ്ട്. പ്രതിപക്ഷവും സർക്കാരിനെതിരായ വിമർശനം ശക്തമാക്കുകയാണ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികളാണ് ഇനി അറസ്റ്റിലാകാനുള്ളത്. ഇവരെ തിരക്കി രാവിലെ പോലീസ് വീടുകളിലെത്തിയിരുന്നു. പക്ഷേ എല്ലാവരും ഒളിവിലാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ബംഗളൂരു.